ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2020-21 കുറച്ച് കറണ്ട് അഫെയർസുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാ PSC എക്സാംസിനും ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ CJ കട്ടപ്പൻ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനാണ് CJ കട്ടപ്പൻ. 2021 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടൻ ആരാണ്? 2021 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്രൻ നെടുമുടി വേണു. കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭമാണ് ജനമൈത്രി. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി ആശാകിരണം. റോഡുകൾക്ക് ഇരുവശവും തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി ഹരിത കേരളം. ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വം പദ്ധതിയാണ് ജലനിധി. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കർഷക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സുഭിക്ഷ കേരളം. പൊതുയിടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനമാണ് പിങ്ക് ബീറ്റ്. പൊതുയിടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പോലീസ് സംവിധാനം പിങ്ക് ബീറ്റ്. 13ാമത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ടെക്നോളജി ഹബ്ബായി 2021 ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണ്? ബംഗളൂരു. ഒന്നുകൂടി, ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ടെക്നോളജി ഹബ്ബായി 2021 ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ നഗരം ബംഗളൂരു. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻ്റണി ഡൊമിനിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ കുമാർ മിശ്ര. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? ആൻ്റണി ഡൊമിനിക് ആണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അരുൺ കുമാർ മിശ്ര. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വായ്പ നൽകാൻ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുമിത്രം. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി വീട് ഒരു വിദ്യാലയം. അടുത്തത്, ഇന്ത്യയുടെ 21ാമത് വനിതാ ഗ്രാൻഡ് ആരാണ്? ദിവ്യ ദേശ്മുഖ്. 19ാമത്തെ ചോദ്യം, ട്രെയിനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച ആദ്യ രാജ്യം. ഒന്നുകൂടി, ട്രെയിനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച ആദ്യ രാജ്യമാണ് ഉത്തര കൊറിയ. അടുത്ത ചോദ്യം, കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയാണ് കേരള ശ്രീ. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പരിപാടിയാണ് കേരള ശ്രീ. രാജ്യത്തെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യ 12 സ്ഥാനവും നിലനിർത്തിയ സംസ്ഥാനം കേരളമാണ്. 2020 ഡിസംബർ വരെ കേട്ടോ. അടുത്ത ചോദ്യം, വൈകും മുമ്പേ എന്ന പുസ്തകം രചിച്ചത് ഋഷിരാജ് സിംഗ്. വൈകും മുമ്പേ എന്ന പുസ്തകം രചിച്ചത് ഋഷിരാജ് സിംഗ് ആണ്. 2020 കേരളത്തിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം നിലവിൽ വന്ന സ്ഥലം കണ്ണൂർ. 2020 ഇന്ത്യയിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ OTT പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം. ഇന്ത്യയിൽ OTT പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നത് ആരാണ്? കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം. അടുത്ത ചോദ്യം, റോഡ് സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. റോഡ് സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററെ തിരിച്ചു വിളിക്കണം എന്ന് ആവശ്യപ്പെട്ട് 2021 പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനവും കേരളം തന്നെയാണ്. പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ആരാ? ഏതാ? കേരളമാണ് കേട്ടോ. അടുത്തത്, ആദ്യമായി വോട്ടിംഗ് രേഖപ്പെടുത്തിയ ഇന്ത്യയിലെ നിയമസഭ കേരളത്തിലെയാണ്. ആദ്യമായി വോട്ടിംഗ് രേഖപ്പെടുത്തിയ ഇന്ത്യയിലെ നിയമസഭ കേരളം.
2021 ജൂലൈയിൽ സിനിമകളുടെ റിലീസിനായി സ്വന്തം OTT പ്ലാറ്റ്ഫോം അവതരിപ്പിക്കാൻ തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. 6ാമത്തെ ചോദ്യം, 2020 ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരം കരസ്ഥമാക്കിയ സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ ഗ്രീൻ ടാഗ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. ദേശീയ നവജാത കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ രാജ്യത്ത് 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കേരളം. ജീവിതശൈലി രോഗം നിയന്ത്രിക്കാനുള്ള 2020 ഐക്യരാഷ്ട്രസഭയുടെ അവാർഡിന് അർഹമായ സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. എല്ലാ ജില്ലകളിലും സ്ത്രീധന നിരോധന ഉദ്യോഗസ്ഥരെ നിയമിച്ച് ഉത്തരവിറക്കി ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ഗോത്രഭാഷകൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കിയ സംസ്ഥാനം കേരളം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. അടുത്ത ചോദ്യം, രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആശ്രിതരിൽ ഒരാൾക്ക് തൊഴിൽ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ത്രിപുര. 2020 ഡിസംബർ സർക്കാർ ജീവനക്കാർക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2020 ഡിസംബറിൽ ഗോവധ നിരോധന നിയമം പാസാക്കിയ സംസ്ഥാനം കർണാടകം. 2020 ഡിസംബറിൽ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ നിയമം പാസാക്കിയ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ ആർച്ച് പാലം എവിടെയാണ് സ്ഥാപിതമായത്? മേഘാലയയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷികാധിഷ്ഠിത സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി എയർ ടാക്സി ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. 2021 ഡ്രാഗൺ ഫ്രൂട്ടിന് കമലം എന്ന് പേര് നൽകിയ സംസ്ഥാനം ഗുജറാത്ത്. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യമാണ് കേട്ടോ. ജനറൽ ബജറ്റിൽ ജെൻഡർ ബജറ്റ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒഴിവാക്കാൻ 2020 തീരുമാനിച്ച സംസ്ഥാനവും ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ 2020-21 ഏകദേശം 50ഓളം കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങളിതൊരു നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് പഠിക്കുക തന്നെ ചെയ്യുക. തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും മറ്റുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.